നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. ആർക്കും മറക്കാൻ കഴിയാത്ത ഒന്നാണ് 2012-ലെ നിർഭയ കേസ്. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് വലിയ നിയമനിർമ്മാണങ്ങൾക്കും പരിഷ്കരണങ്ങൾക്കും ഒക്കെ കാരണമായി ആ സംഭവം. പക്ഷേ ആ നിയമനിർമ്മാണവും പരിഷ്കരണവും ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ആശങ്കാജനകമാകും വിധത്തിലാണ് രാജ്യത്ത് ബലാത്സംഗങ്ങളുടെ എണ്ണം കൂടുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം ഏതാണ്ട് 30,000-ഓളം സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നു എന്നാണ് കണക്ക്. അതായത് ഒരു ദിവസം ശരാശരി 80 പേർ ബലാത്സംഗം നേരിടുന്നു നമ്മുടെ രാജ്യത്ത്. ഇതിൽ പലതും കൂട്ടബലാത്സംഗങ്ങളാണ്. മറന്നോ നമ്മൾ ആ നിർഭയ കേസ്? എന്തുകൊണ്ട് രാജ്യത്ത് കൂട്ടബലാത്സംഗങ്ങൾ പെരുകുന്നു? വിശദമായി നോക്കുകയാണ്. സ്വാഗതം 20th അവറിലേക്ക്. തമിഴ്നാട്ടിൽ 16-കാരിക്ക് ലഹരി നൽകി കൂട്ടബലാത്സംഗം. കാറിൽ കൊണ്ടുപോയത് സഹോദരന്റെ സുഹൃത്ത്. ഒരാൾ അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. നഗരത്തിലെ ഗാന്ധി മാർക്കറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 16 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി. അവളാണ് ഇത്തരമൊരു കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ലഹരി നൽകി ക്രൂരമായി അവളെ ബലാത്സംഗം ചെയ്തു. വീടിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് അവൾ പോയതാണ്. ഒരു വൈകുന്നേരം ആ പെൺകുട്ടി സുഹൃത്തിന്റെ അമ്മയെ ശിവഗംഗ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി അവിടെ ഒരു കാർ ഡ്രൈവർ എത്തിയിരുന്നു. അയാളുടെ പേര് മാരി സെൽവൻ എന്നാണ്. ഈ അല്പസമയം കഴിഞ്ഞ ഈ ഡ്രൈവർ ഈ പെൺകുട്ടിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. പിന്നീട് കിഴക്കടായി എന്നൊരു പ്രദേശത്ത് ആ പെൺകുട്ടിയെ അബോധാവസ്ഥയിലാണ് ആളുകൾ കണ്ടെത്തുന്നത്. നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പെൺകുട്ടിയെ വിളിച്ച് അയാൾ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ കാറിൽ കയറിയതിന് പിന്നാലെ ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി അയാൾ പെൺകുട്ടിക്ക് നൽകി. ആ പാനീയം കുടിച്ചതോടുകൂടി അവൾ അബോധാവസ്ഥയിലായി. അവളുടെ ബോധം മറഞ്ഞുവെന്ന് ഉറപ്പായപ്പോൾ ആ ദൃശ്യങ്ങളിൽ ആ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ആളാണ് ആ പ്രതി മാരി സെൽവൻ. അയാൾ എന്തു ചെയ്തു? അയാൾ 3 യുവാക്കളെ കൂടി ആ കാറിൽ കയറ്റി. അയാളുടെ സുഹൃത്തുക്കൾ. മയക്കത്തിലായിരുന്ന ആ പെൺകുട്ടിയെ അവർ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പരാതിപ്പെടുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്. பொண்ணோட அண்ணன் வந்து திருநங்க. அந்த பையனை பார்க்க அந்த பொண்ணு அங்கே போயிருக்குது. அங்கே போன இடத்துல வந்து அவங்க டிரைவர் வந்து இந்த பொண்ணை கூட்டிகிட்டு போயிட்டு வெளியில் போகலான்னு சொல்லி கூப்பிட்டு போயிருக்காப்புல. அதை சொல்லிச்சு. இடம் வெளியில் போகலான்னு கூப்பிட்டு போய் ஜூஸில் ஏதோ கலந்து கொடுத்துருக்காப்புல. குடிச்சிட்டு அந்த பொண்ணுக்கு அப்பயே ஒரு மாதிரியா இருந்துச்சு. அப்பயே அந்த பொண்ணு சொன்னிச்சான், என்னை வீட்டுக்கு கூப்பிட்டு போங்கண்ணே, எனக்கு ஒரு மாதிரியா இருக்குன்னு. அவர் நான் வீட்டுக்கு கூப்பிட்டு போயிடுறேம்மான்னு சொல்லிட்டு கார்லேயே வச்சு சுற்றினாராம். அப்புறம் அந்த பொண்ணு மயங்கிருச்சான். என்ன நடந்துச்சுன்னு தெரிலையாம். அதுக்கப்புறம் இது வந்து நினைவு வர கொஞ்சம் அழுவவும் தூக்கிட்டு வந்து இப்போ வண்டியில் வச்சுருந்து கொண்டு வந்து இறக்கி விட்டு போயிட்டாங்க அப்படின்னு சொல்லுது. எங்களையிலே யாருமே தெரிலங்குது. அந்த பொண்ணுக்கு ட்ரிங்க்ஸ் அதிகமாக கொடுத்துருக்காங்க. சுய நினைவே கிடையாது சுத்தமாக. தண்ணி கேட்டுச்சு. அந்த டிரைவர் கொடுத்தாரா. ஆனால் நிறைய ஆளுங்க வந்து நிறைய பேர் வந்தாங்க. யாருன்னு என்னால் சொல்ல முடியல. எனக்கு நினைவே இல்லைங்குது. அவங்க கொடுத்ததெல்லாம் ஆளை கொடுத்த ஆளை கரெக்டாக அந்த பொண்ணு சொல்லுது. இவர் தான் கொடுத்து எனக்கு. ஆனால் என்னை சுற்றி நிறைய பேர் நின்னாங்க. எனக்கு நினைவு இல்லைன்னு சொல்லுது. ഈ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് തിരുച്ചിറപ്പള്ളി ഗാന്ധി മാർക്കറ്റിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ സുഹൃത്തായ ആ കാർ ഡ്രൈവർ മാരി സെൽവം ആ കാറിൽ കയറ്റി അവളെ കൊണ്ടുപോയത്. കൂട്ടബലാത്സംഗത്തിന് ശേഷം അബോധാവസ്ഥയിലായ ആ പെൺകുട്ടിയെ ആ കാറിൽ നിന്ന് അവർ നിഷ്കരുണം പുറത്തേക്കിറങ്ങി. നാട്ടുകാരും പോലീസും ചേർന്നാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിലാക്കുന്നത്. ഈ കാറിൽ വെച്ച്
ഉപദ്രവിച്ചവരിൽ ഒന്നിലധികം ആളുണ്ടായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പോലീസിനോട് മൊഴി നൽകിയത്. നടന്ന വൈദ്യപരിശോധനയിൽ ആ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാരിശെൽവത്തെ നാട്ടുകാർ പിടികൂടി മർദ്ദിച്ചു, അവശനാക്കി. അതിനുശേഷമാണ് അവർ പോലീസിനെ വിളിച്ച് പോലീസിനെ അയാളെ ഏൽപ്പിക്കുന്നത്. നിലവിൽ ഈ പ്രതി മാരിശെൽവം ആശുപത്രിയിൽ ചികിത്സയിലാണ്. இங்கே வந்து அவங்க அக்கா வந்து ஒரு திருநங்கை, அந்த பெண்ணோட அக்கா வந்து திருநங்கை. அதை பார்க்க வந்து டெய்லி வந்து பாத்திரமெல்லாம் விலைக்கு கொடுத்துட்டு போகுது. இங்கே குடியிருக்கிறாங்க, வந்துட்டு போகுது. இங்கேருந்து இந்த வீட்டில் இருந்தால் அங்கே போகணும். அதை கூட்டிகிட்டெல்லாம் போகலாம். அதுவாக தான் போய் காரில் எத்தனை பேர் இருந்தாங்க? என்ன வண்டி? ஒரே டிரைவர் மட்டும்தான் இருந்தான். இப்போ அடித்தாங்கல்ல, அடி வாங்கினால அவெல்லாம் இருந்தான். எத்தனை வயசில் தான்? எத்தனை வயசு இருக்கும்? ஒரு 15 வயசுக்குள்ள தான். ഈ ലഹരി പാനീയം നൽകി അവളുടെ ബോധം മറയുന്നു എന്ന് തോന്നിയപ്പോൾ അവൾ പലവട്ടം ആ മാരിസെൽവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തോ പോലെ തോന്നുന്നു, എന്നെ വീട്ടിലാക്കൂ എന്ന്. ദാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് അവൾ പൂർണ്ണമായും മയങ്ങുന്നത് വരെ അയാൾ ആ കാറിൽ തന്നെ അവളെ കറക്കിക്കൊണ്ടേയിരുന്നത്. മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഈ തിരുച്ചിറപ്പള്ളി ദേശീയപാത ഉപരോധിച്ചു. ആവശ്യമായിട്ട് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അവർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായത്. போலீஸோட சேஃப்டி முக்கியமா, நீ பொண்ணை பார்க்கறது முக்கியமா? என்ன தெரியுமா இல்லையா? பொண்ணை பார்க்கவே என்ன வரைக்கும் பாருப்பா, நான் மறக்கிறது என்ன பண்ணாது பொண்ணுப்பா. விடுங்க சார், பாரு എന്താണെങ്കിലും പോലീസിന് നന്നായി പാടുപെടേണ്ടി വന്നു ആ പ്രതിഷേധക്കാരെ, ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ ഒന്ന് സമാധാനപ്പെടുത്തി ആ പ്രതിഷേധം അവസാനിപ്പിക്കുവാൻ. ഉറപ്പ് നൽകിയ ശേഷം മാത്രമാണ് അവർ പിരിഞ്ഞുപോയത്. എന്താണെങ്കിലും ഈ ഡ്രൈവർ മാരിസെൽവൻ മദ്യലഹരിയിൽ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് സ്ഥിരീകരിക്കാത്ത കാര്യം അവിടെ ഒരു കൂട്ടബലാത്സംഗം നടന്നു എന്നതിന് തെളിവില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിശദീകരണം. ഈ പെൺകുട്ടി പറയുന്നത് ഒന്നിലധികം പേർ അവളെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ്. പക്ഷേ അതിൽ പോലീസ് സ്ഥിരീകരണം നൽകുന്നില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അത് അന്വേഷണം തുടരുകയാണ്. തിരുച്ചിറപ്പള്ളിയിൽ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണം ഊർജിതമാക്കാൻ വേണ്ടി ഈ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആൾക്കടത്ത്, പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഈ മാരിസെൽവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാലും അയാൾ ഇപ്പോഴും ചികിത്സയിലാണ്. നാട്ടുകാർ വേണ്ടതുപോലെ അയാളെ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ മർദ്ദനത്തിൻ്റെ സാഹചര്യം കൊണ്ട് അയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ അതിലൊരു കൂട്ടബലാത്സംഗമാണോ അതോ പെൺകുട്ടിയുടെ അബോധാവസ്ഥയിലെ ആലോചനയിലാണോ അത്തരം ചിന്ത വന്നത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അവൾ പീഡനത്തിനിരയായി, ബലാത്സംഗത്തിനിരയായി. സഹോദരന്റെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ലഹരി പാനീയം നൽകി കൂട്ടബലാത്സംഗം, വീഡിയോ കാട്ടി സുഹൃത്തുക്കൾക്ക് നേരെയും അതിക്രമം, DGPക്ക് മുന്നിൽ പരാതിയുമായ വിദ്യാർത്ഥിനി.
ചെന്നൈയിലെ പള്ളാവരത്തുള്ള ഒരു സ്വകാര്യ സർവകലാശാലയിൽ 1ാം വർഷത്തിന് ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അവൾ. അവൾക്ക് നേരെയാണ് ഈ അതിക്രമം ഉണ്ടായത്. അവളുടെ സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുമായി ഈ പെൺകുട്ടി നല്ല സൗഹൃദത്തിലായിരുന്നു. അവന്റെ സഹോദരന്റെ ജന്മദിന ആഘോഷമാണ് എന്നും നിർബന്ധമായും നീ പങ്കെടുക്കണം എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ അവർ താമസിക്കുന്ന ഇടത്തേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം നിരസിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ വിദ്യാർത്ഥിനി ഏറ്റവും ഒടുവിൽ അവനോടൊപ്പം പോകാൻ തയ്യാറായി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഒരു ബാച്ചിലേഴ്സ് താമസിക്കുന്ന, അവർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന്. മുറിയിലെത്തിയതും അവിടെ നിരവധി മുൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അവിടെ നിന്ന് അവൾ മടങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവർ ബലമായി അവിടെ തന്നെ ഇരുന്നോളണം എന്ന നിർബന്ധിച്ച് ബലമായി അവളെ ആ വീട്ടിൽ നിന്ന്, ആ താമസിക്കുന്ന ഇടത്ത് നിന്ന് പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിയെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. காலேஜில் ஃப்ரெண்ட்ஸுன்னு சொல்லிட்டு பேசினாங்க பசங்க. அதுக்கப்புறமா இந்த மாதிரி அண்ணாவோட பர்த்டே கேதரிங்கு அப்படின்னு சொல்லி கூப்பிட்டுருந்தாங்க. அங்கே போனதுக்கப்புறமா தான் தெரியுது அது ஒரு காலேஜ் ஹாஸ்டல்லாம் தாண்டி வெளியில் ஒரு பிஜி அப்படின்னு சொல்லிட்டு, அந்த பிஜியில் வந்துட்டு அண்ணா அப்படின்னு தான் சொல்லியிருந்தாங்க, சொந்த அண்ணா அப்படின்னு. ஆனால் அது எங்கள் காலேஜ்லேயே டீடைன் ஆகி ஒரு 8 வருஷமாக படிக்கிற ஒரு சீனியரு. அவங்க எல்லாரும் வந்துட்டு இந்த ட்ரக்ஸு சப்ஸ்டன்ஸ் அதெல்லாம் கொடுத்து ஒன்றும் இல்லைன்னு சொல்லி ரொம்ப ஃபோர்ஸ் பண்ணி எங்களை பண்ண வச்சாங்க. பண்ணிவிட்டு அந்த வீடியோஸை யூஸ் பண்ணி நீ மற்ற பொண்ணுங்களை கூட்டிகிட்டு வரணும், கூட்டிகிட்டு வரலன்னா எல்லாத்தையும் நான் லீக் பண்ணுவேன் காலேஜில், உன் லைஃபே ஸ்பாயில் பண்ணுவேன் அப்படின்னு சொல்லி எனக்கு வந்துட்டு ரொம்ப த்ரெட்டன் பண்ணி என்னை வந்துட்டு நீ வரல, நான் சொல்கிறதெல்லாம் நீ கேட்கலன்னா நான் எல்லா வீடியோவும் காலேஜுக்கு அனுப்பிச்சிருவேன், வீட்டில் பிரச்சனை பண்ணுவேன் அப்படின்னு சொல்லி என்னை மிரட்டி அந்த இடத்துக்கு என் ஃப்ரெண்ட்ஸையும் கூப்பிட வச்சு அந்த பொண்ணுங்களையும் சரி என்னையும் சரி செக்ஷுவல் அப்யூஸ் கொடுத்தான். அந்த ஒரு 4-5 பேர், should I mention the name ஆண்டி? விஷால், விஜய், அஸ்வின், பாய்ன்னு சொல்லிட்டு ஒருத்தவங்க இருந்தாங்க கூட. அவங்க கூட HR லேடின்னு இன்னொருத்தவங்க இருந்தாங்க. இவங்க எல்லாரும் சேர்ந்து எங்கள் வயசு பொண்ணுங்களுக்கு ட்ரக்ஸ் கொடுத்துட்டு கடைசியில் எல்லாத்தையும் காலேஜ் டீனுக்கு அமுச்சு விட்டாங்க. அமுச்சு விட்டு டீனுக்கு, HODக்கு, ரெஜிஸ்டராருக்கு, எங்கள் சேர்மேனுக்கு எல்லாருக்கும் அமுச்சு விட்டு காலேஜ் என்ன ஒரு இன்கொயரி பண்ணாமல் என்னை அப்படியே டிஸ்மிஸ் பண்ணி விட்டாங்க. எல்லா தப்பும் அவனுங்க மேலே வச்சுட்டு என்னை எந்த கேள்வியும் கேட்காம இன்கொயரி பண்ணாமல் என் 1 year ஆஃப் காலேஜ் வேஸ்ட். ഈ ബലമായി ആ വീട്ടിൽ പിടിച്ചിരുത്തിയ ആ വിദ്യാർത്ഥിനിക്ക് ആ ചെറുപ്പക്കാരനും അവൻ്റെ കൂട്ടാളികളും ചേർന്ന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കാൻ നൽകി. അത് കുടിച്ച് കുറച്ച് സമയത്തിനകം തന്നെ വിദ്യാർത്ഥിനി അബോധാവസ്ഥയിലായി എന്നാണ് അവൾ പറഞ്ഞത്. ഈ ലഹരി കലർത്തിയ ചില ചോക്ലേറ്റുകളും അവൾ അറിയാതെ, അത് ലഹരി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, ആ ചോക്ലേറ്റുകളും അവൾക്ക് നൽകി. അതോടുകൂടി അവൾ ഏറെക്കുറെ അബോധാവസ്ഥയിലായി. അങ്ങനെ അബോധാവസ്ഥയിലായ ആ വിദ്യാർത്ഥിനി, ആ പെൺകുട്ടിയെ 5 പേരിലധികം ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് അവളുടെ പരാതി. ഇനി ഈ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ പകർത്തി മൊബൈലിൽ. ആ വീഡിയോ പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് വിദ്യാർത്ഥിനിയുടെ വായടപ്പിക്കാൻ അവർ ശ്രമിച്ചത്. മാത്രമല്ല, ഈ വീഡിയോ കാണിച്ച് നിന്റെ സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ വീഡിയോ പുറത്തുവിടുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവരുടെ 3 സുഹൃത്തുക്കളെയും ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി അവരോടും ഈ അതിക്രമം അവർ നടത്തി എന്നാണ് ആ പെൺകുട്ടി DGPക്ക് മുന്നിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. என்னை போல பொண்ணுங்க இருக்காங்க, ஒரு 3 பேர் 4 பேர் இருக்காங்க. எனக்கு பேர் சொல்ல விருப்பம் இல்லை. அந்த பொண்ணுங்களுக்கே ஞாபகம் இல்லை. எல்லாருக்கும் எதனா ஒன்றத்தை கொடுத்து அவனுங்க கொடுக்குறானுங்க, ஒரு ட்ரிங்கை கொடுத்து அது என்னன்னே தெரியல. அது குடிச்ச உடனே நார்மல் கூல் ட்ரிங்க் மாதிரி தான் இருக்கு, ஸ்ப்ரைட் பாட்டில் அது கொடுக்குறாங்க. நாங்களும் வெறும் கூல் ட்ரிங்க்னு நினச்சி குடிக்கிறோம். அதுக்கப்புறம் சாக்லேட்டை கொடுக்குறாங்க. அதோட எங்களுக்கு மறந்து போகுது, எதுவுமே ஞாபகம் வர மாட்டேங்குது. நான் இது என்ன ஏதுன்னு கேட்டால் அதெல்லாம் ஒன்றும் இல்லை, சாக்லேட்டு கூல் ட்ரிங்க்கு அப்படின்னு சொல்லி ஒரே வார்த்தையாக முடிச்சு விட்டாங்க. ഇതിൽ ചില വീഡിയോകൾ അവർ സർവകലാശാലയിലെ ചില അധികൃതർക്കും അയച്ചു കൊടുത്തു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. അപ്പോൾ എന്തുണ്ടായി? ആ സർവകലാശാല അധികൃതർ
മറ്റൊരു അന്വേഷണം പോലും നടത്താതെ ആ വിദ്യാർത്ഥിനിയെ അവിടെ നിന്നും പുറത്താക്കിയെന്നാണ് പരാതിക്കാരി പറയുന്നത്. എന്താണ് സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥിനി ശങ്കർനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതാണ്. വിശാൽ, വിജയ്, അശ്വിൻ ഇവരുൾപ്പെടെ 5 പേർക്കെതിരെയാണ് പരാതി നൽകിയത്. പക്ഷേ പോലീസ് കാര്യക്ഷമമായി യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നാണ് അവളുടെ ആരോപണം. ഇതിനിടെ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ആ വിദ്യാർത്ഥിനി മൈലാപ്പൂരിലെ DGP ഓഫീസിലും പരാതി നൽകി. സർവകലാശാലയിൽ ലഹരി ഉപയോഗം അത് വ്യാപകമാണ് എന്ന്, ചില വിദ്യാർത്ഥിനികൾക്കും സമാനമായ രീതിയിൽ ലഹരി വസ്തുക്കൾ നൽകി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരത്തെയും നടന്നിട്ടുണ്ടെന്നും അവളുടെ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. വിദ്യാർത്ഥിനികളുടെ ജീവിതം നശിപ്പിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണമെന്നാണ് ആവശ്യം. ஸோ இது எங்கேருந்து இந்த ட்ரக் எல்லாம் குழந்தைங்களுக்கு கிடைக்குது, எங்கேருந்து கொண்டு வர்றாங்க, எப்படி பெண் குழந்தைங்களை வந்து அவங்க இதில் மாட்ட வைக்கிறாங்க. அது மட்டும் இல்லாமல் அஸ்வின் ஒரு பையனை பற்றி பாப்பா சொல்லியிருந்தாங்க. அதில் வந்து அந்த பையன் ஒரு 28-29 வயசு ஆகுது. முன்னாள் அந்த காலேஜில் படித்த பையன் இன்னுமே அந்த காலேஜ் காம்பவுண்டுக்குள்ளே நடந்துட்டு இருக்காங்க. இனியுமே அங்கே இருக்கிற பொண்ணுகளை வந்து மிஸ்யூஸ் பண்ணிட்டு இருக்கிறேன்றப்போ காலேஜ் வந்து இது வந்து சரியான நடவடிக்கை எடுக்காதது தான் மெயினான ரீசன். ஏன்னா இவ்வளோ பொருள் வந்து காலேஜுக்குள்ளே எப்படி வருது, காலேஜ் ஹாஸ்டலில் இருக்குதா அந்த பையன் எடுக்கிற யூஸ் பண்ணுற வீடியோஸ் வந்திருக்கு. ஸோ அப்படி இருக்கிறப்போ காலேஜ் வந்து இதுக்கு என்ன நடவடிக்கை எடுத்திருக்காங்க, காலேஜ்குள்ளே இவ்வளோ நடமாட்டம் ட்ரக்ஸோட நடமாட்டம் இருக்கிறப்போ ஏன் வந்து இவ்வளோ நாளாக அவங்க வந்து அதை நெக்லெக்ட் பண்ணியிருக்காங்க. കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഒരു NGOയുടെ പിന്തുണയോടുകൂടിയാണ് ആ വിദ്യാർത്ഥിനി ഇപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നത്. അതേസമയം ഈ പരാതി നൽകിയിട്ടും ആ ബന്ധപ്പെട്ട പരാതി നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ഭരണകൂടം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും, മറിച്ച് പരാതി നൽകിയ വിദ്യാർത്ഥിനിയാണ് പുറത്താക്കിയതെന്നും ആരോപണം വരുന്നുണ്ട്. DGP ഓഫീസിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ ഈ കേസിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധേയം. പതിനഞ്ചുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു, അതിനുശേഷം കൊലപ്പെടുത്തി. തെളിവ് നശിപ്പിക്കാൻ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പ്രതികൾ അറസ്റ്റിൽ. മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്ത് ഭിന്ദ് ജില്ലയിൽ 15 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ആ തെളിവുകൾ നശിപ്പിക്കാനായി ആ മൃതദേഹം അങ്ങ് കത്തിച്ചു കളഞ്ഞു. അവർ 3 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുള്ള ഗുപ്തേശ്വർ എന്ന ഒരു മലനിരകളുണ്ട്. ആ മലനിരകളിൽ നിന്നാണ് കണ്ടെടുക്കുന്നത്. ഭിന്ദ് സ്വദേശിനിയും 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥിനിയുമായിട്ടുള്ള പെൺകുട്ടിയാണ് ആ ക്രൂരമായിട്ടുള്ള പീഡനത്തിനും പിന്നീട് ആ കൊലപാതകം നേരിടേണ്ടിയൊക്കെ വന്നത്. എന്നാൽ മെയ് 28-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതാവുന്നത്. പെൺകുട്ടിയെ കാണാതായതോടുകൂടി വീട്ടുകാർ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാമു ഗുർജാർ എന്നയാൾ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ഗ്വാളിയാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന അന്വേഷണത്തിൽ പോലീസിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ ഗുപ്തേശ്വർ മലനിരകളിലെ അവിടെയുള്ള ഒരു നവഗ്രഹ ക്ഷേത്രം, അതിന് സമീപമുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് ഈ രാമു ഗുർജാർ എന്നയാൾ ഒപ്പം അയാളുടെ കൂട്ടാളികളായിട്ടുള്ള അരുൺ കുശ്വാഹ, ഗൗരവ് കുശ്വാഹ എന്നിവർ ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടു. ഈ കുറ്റം അത് പുറത്തറിയുമെന്നുള്ള ഭയം കൊണ്ടാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കൊന്നുകളഞ്ഞതെന്ന് ആ പ്രതികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. മെയ് 29-ാം തീയതിയായി പെൺകുട്ടിയുടെ തിരിച്ചറിയൽ രേഖകളും മറ്റു തെളിവുകളുമൊക്കെ ഇല്ലാതാക്കിയ ശേഷം മൃതദേഹത്തിൽ പെട്രോൾ ഒഴിച്ച് അവർ തീ കൊളുത്തുകയായിരുന്നു. ഈ പ്രധാന പ്രതിയായിട്ടുള്ള രാമു ഗുർജാറിനെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് മറ്റ് 2 പ്രതികളിലേക്ക് അവരെ എവിടെയാണ് എന്നുള്ളതും അങ്ങനെ ഏറ്റവും കൂടുതൽ ഗ്വാളിയോറിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞത്.
भिंड जिले के मोह थाना क्षेत्र में एक 15 वर्षीय लड़की के गुमशुदा होने की सूचना प्राप्त हुई थी। मोह थाने में एफआईआर दर्ज की गई और मोह थाने की टीम लगातार लड़की को दस्तगिरफ्तार करने के प्रयास कर रही थी और थाने वालों को पता चला कि एक लड़की प्रेम प्रसंग में एक लड़के के साथ चली गई है। उसी के संबंध में मोह थाने की टीम यहाँ से 3 लोगों को सुबह उन्होंने कवर किया था और उनसे पूछताछ की थी। लड़कों ने कबूला कि उन्होंने जयनगंज थाना क्षेत्र पहाड़ी पर लड़की को लेकर आए, उसकी हत्या करी और बाद में उसको जलाकर अपना साक्ष्य नष्ट करने का प्रयास किया। अभी पूछताछ में लड़कों ने ऐसा कबूला है और बाद में पीएम रिपोर्ट और डीएनए और एफएसएल रिपोर्ट के आधार पर ही उसमें कुछ आगे कहा जा सकता है। പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ മൃതദേഹം അവളുടെ ഗ്രാമത്തിലെത്തിയപ്പോൾ വലിയ സംഘർഷാവസ്ഥയാണ് ഉടലെടുത്തത്. ആ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ നാട്ടിലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ തൂക്കിലേറ്റണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ശിക്ഷ അത് തക്കതായിട്ടുള്ള കർശനമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അവരുടെ പ്രതിഷേധം. ഈ കേസിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇരയ്ക്ക് നീതി ഉറപ്പാക്കാൻ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടി എടുക്കുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇത് അന്വേഷിക്കുമെന്നും പോലീസ് ആ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓടുന്ന കാറിൽ കൂട്ടബലാത്സംഗം, ക്രൂരത നേരിട്ടത് 15 വയസ്സുകാരി, 5 പേർ അറസ്റ്റിൽ. അസമിലെ ഗുവാഹത്തിയിൽ നിന്നാണ് ഈ വാർത്ത. ബിശ്വനാഥ് ജില്ലയിൽ അവിടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. ഈ കാറിൻ്റെ ഒരു സാഹചര്യമൊക്കെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ആ വാഹനം തടഞ്ഞു നിർത്തി. അങ്ങനെയാണ് ആ പെൺകുട്ടിയെ ആ കാറിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. പെൺകുട്ടിയെ അർദ്ധനഗ്നയായ നിലയിലാണ് അവർ കണ്ടെത്തുന്നത് പോലും. ഒന്നിലേറെ പുരുഷന്മാർ പലതവണ തന്നെ പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞത്. ഈ ഓടുന്ന കാറിൽ ആ 15 വയസ്സുകാരി അതിക്രൂരമായിട്ടുള്ള പീഡനം നേരിട്ടു. അത് 5 പേരിൽ നിന്ന്. 5 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഈ പെൺകുട്ടി ഒരു നിർധനമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും വരുന്നതാണ്. വിശന്ന് വരഞ്ഞ് ജീവിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ അവൾക്ക് ആഹാരം വാഗ്ദാനം ചെയ്താണ് അവളെ അവർ കാറിൽ കയറ്റിയത്. പിന്നീട് അവളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് ആ പെൺകുട്ടി തന്നെ സമ്മതിക്കുന്നു. അറസ്റ്റിലായ 5 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പീഡനത്തിന് ഉപയോഗിച്ച ആ വാഹനം പിടിച്ചെടുത്തുവെന്ന് ബിശ്വനാഥ് അഡീഷണൽ പോലീസ് സൂപ്രണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഒപ്പം തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടബലാത്സംഗം എന്നീ വകുപ്പുകൾ. ഇനി ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്, ഈ പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാർ ചേർന്ന് ഇവളെ കാറിൽ നിന്നും രക്ഷപ്പെടുത്തുമ്പോൾ അത് ആദ്യം സംഭവിച്ച കാര്യമല്ല. ഈ കാറിലുള്ള പീഡനം അത് ഏതാണ്ട് 1 മാസക്കാലമായി ഇങ്ങനെ തുടരുകയാണ്. ഭക്ഷണം വാങ്ങി തന്നാണ് ആദ്യം തന്നെ അവൾ ഏതാണ്ട് 1 മാസം മുമ്പ് കാറിൽ കയറ്റുന്നത്. അങ്ങനെ ആ പീഡനത്തിൻ്റെ ഒരു പരമ്പര ഈ കൊടും ക്രിമിനലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിഷേധം ഉയർന്നു. അവിടെ തക്കതായിട്ടുള്ള ശിക്ഷ നൽകണമെന്നാവശ്യപ്പെടുകയാണ് ഒരേ സ്വരത്തിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും. കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് ഇത്തരം കൂട്ടബലാത്സംഗങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ ആ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ ഉള്ള ഭയം അത് കുറവായതുകൊണ്ട്.
എന്താണെങ്കിലും ഇനിയും ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 24 പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.